കേരളത്തിൽ 2 പേർക്ക് ലഭിച്ച പത്മ പുരസ്കാരങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. അതിലൊന്ന് VS അച്യുതാനന്ദന് ലഭിച്ച പത്മവിഭൂഷൺ പുരസ്കാരവും വെള്ളാപ്പള്ളി നടേശന് ലഭിച്ച പത്മഭൂഷൺ പുരസ്കാരവുമാണ്. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മകൻ അരുൺകുമാർ വന്ന് വലിയ സന്തോഷം എന്ന് പ്രതികരിക്കുകയുണ്ടായി. പക്ഷേ നോക്കൂ, CPM-ൽ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഇത്തരം പുരസ്കാരങ്ങൾ അവർ നിരസിക്കുകയാണ് പതിവ്. അതിനവർ പറയുന്ന കാരണം ഇതെല്ലാം ഭരണകൂട ബഹുമതികളാണ്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകന് ഇത്തരം ബഹുമതികളുടെ ആവശ്യമില്ല, ഈ പുരസ്കാരങ്ങളുടെ ആവശ്യമില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാട്. നേരത്തെ ബുദ്ധദേവ് ഭട്ടാചാര്യ ആയാലും EMS ആയാലും ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയാലും ഇത്തരം പുരസ്കാരങ്ങൾ, പത്മ പുരസ്കാരങ്ങളൊക്കെ നിരസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞത് അത് കുടുംബം അങ്ങനെയൊരു സ്വീകരിക്കുമെന്ന നിലപാടാണ് എങ്കിൽ അതുമായി പാർട്ടി ആ രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ്. കാരണം VS അച്യുതാനന്ദൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ കുടുംബത്തിന്റെ നിലപാടിനൊപ്പം ചേർന്ന് പാർട്ടി പോകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അരുൺകുമാർ പറയുന്നു പാർട്ടി കുടുംബമാണ്, അതുകൊണ്ട് പാർട്ടിയുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും എന്ന് പ്രതികരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റേത് നോക്കൂ, കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM-നോട് യോജിച്ച് അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന നിലപാടുകളാണ് വെള്ളാപ്പള്ളിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്താനുള്ളതാണോ ഈ പത്മ പുരസ്കാര പ്രഖ്യാപനം എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും വരുന്നുണ്ട്. നോക്കാം. ദാവു സർ, എങ്ങനെയാണ് ഈ 2 പുരസ്കാര പ്രഖ്യാപനങ്ങളെയും നോക്കിക്കാണുന്നത്? VS അച്യുതാനന്ദന് ലഭിച്ച ഈ പത്മ പുരസ്കാരം വിവാദമാക്കേണ്ടതുണ്ടോ? അല്ല, ഈ NDA ഗവൺമെൻറ്, BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും പ്രഖ്യാപിക്കുന്ന പുരസ്കാരങ്ങളെക്കുറിച്ച്, അത് ഏത് സിവിലിയൻ പുരസ്കാരങ്ങളാകട്ടെ, പത്മയാകാം അല്ലെങ്കിൽ ഭാരതരത്നയാകാം, അതെല്ലാം എന്താണ് ഒരു പ്രിസിഷൻ ടാർഗറ്റോട് കൂടിയാണ് അവർ എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഈ സന്ദർഭത്തിൽ അത് പറഞ്ഞിരുന്നു. BJPക്കും RSSനും ഇന്ത്യയിൽ 2 രീതിയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. RSSൻ്റെത് കൈൻഡ് ഓഫ് കൾച്ചറൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിക്കുന്നത്. BJPയുടേത് സോഷ്യൽ എൻജിനീയറിംഗാണ്. അപ്പോൾ RSSൻ്റെ കൾച്ചറൽ എൻജിനീയറിങ്ങിനും BJPയുടെ സോഷ്യൽ എൻജിനീയറിങ്ങിനും പാകമാകുന്ന തരത്തിലാണ് അവർ ഓരോ പുരസ്കാരങ്ങളെയും നന്നായിട്ടത് ഗംഭീരമായിട്ടത് ഫ്രെയിം ചെയ്യും. ലക്ഷ്യവേദിയായിട്ടുള്ള സ്വഭാവത്തിലാണ് അത് അവർ സ്വീകരിക്കുന്നത്. വെറുതെ മുമ്പൊക്കെ ചെയ്യുന്ന മാതിരി ഈ കോൺഗ്രസ് ഭരണകാലത്ത് ഈ പ്രാഞ്ചികൾ ഇഷ്ടംപോലെ അത് മേടിച്ചു കൊണ്ടുപോകായിരുന്നു. ഈ പ്രാഞ്ചികൾക്കൊന്നും കൊടുക്കാൻ ആ പരിപാടിയൊന്നുമില്ല. RSSൻ്റെ കൾച്ചറൽ എൻജിനീയറിംഗ്, BJPയുടെ സോഷ്യൽ എൻജിനീയറിംഗ്, ഇതിന് രണ്ടിനും പാകമാകുന്ന തരത്തിൽ ആളുകളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ലൊക്കേറ്റ് ചെയ്യുന്നു, അവർക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുന്നു. ഇതെപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ക്ലാസിക്കലായ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം ഭാരത് രത്ന മറ്റേ കപൂരി താക്കൂർ, ബീഹാറിൽ നിന്നുള്ള അദ്ദേഹം RSSകാരനോ ഹിന്ദുത്വവാദിയോ ഒന്നുമല്ല. അദ്ദേഹം സോഷ്യലിസ്റ്റാണ്, അടിയുറച്ച സോഷ്യലിസ്റ്റാണ്. സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും വിവിധ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ നേതൃനിരയിലുണ്ടായിരുന്ന, ബീഹാറിൽ ഏറെ ജനസ്വാധീനം ഉണ്ടായിരുന്ന, അവർ ജൻനായക് എന്ന് വിളിച്ചിരുന്ന അങ്ങേയറ്റം പോപ്പുലറായ ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ് ബീഹാറിൽ നിന്നുള്ള. അപ്പോൾ 2024 അദ്ദേഹത്തിന് എന്താണ് ഭാരത് രത്ന കൊടുക്കുന്നത്, അത് മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുമ്പോൾ എന്താണ് ലക്ഷ്യം? ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ബീഹാർ എന്നുള്ള ഒരു ഹിന്ദുത്വ നേതാവിന് അല്ലെങ്കിൽ ഒരു BJP നേതാവിനോ ആ നിലക്കുള്ള ഒരാൾക്കല്ല കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? ബീഹാരികൾക്കിടയിൽ അങ്ങേയറ്റം സ്വീകാര്യനായ, അവർ ആരാധനയോടുകൂടി കാണുന്ന മരിച്ചുപോയ ഒരു നേതാവിനെ, ഒരു സോഷ്യലിസ്റ്റ് നേതാവിനെ അവർ ലൊക്കേറ്റ് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു. ഇനി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് അവർ ഈ പറഞ്ഞ കുടുംബം സ്വീകരിച്ചോ ഇല്ല, അതൊക്കെ വേറെ വിഷയം. പക്ഷെ ആ പ്രഖ്യാപനത്തോടു കൂടി തന്നെ ദ മെസ്സേജ് ഹാസ് ബീൻ ഗിവൺ എന്നുള്ളതാണ്. അതെല്ലാ സമയത്തും നമുക്ക് കാണാൻ പറ്റും. അത് ഭാരതരത്നയാണെങ്കിലും പത്മഭൂഷണാണെങ്കിലും പത്മഭൂഷണാണെങ്കിലും പത്മശ്രീ ആണെങ്കിലും ഏത് അവാർഡുകളാണെങ്കിലും അത് വളരെ ലക്ഷ്യവേദിയായിട്ടാണ്, പ്രിസിഷൻ ടാർഗറ്റോടു കൂടിയാണ് അവരെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതിൽ എന്താണ് അവരുടെ ആ തിങ്കിങ് പാറ്റേൺ, ആ ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടല്ലോ, അത് സമ്മതിക്കേണ്ട തന്നെ കാര്യമാണ്. പിന്നെ പുരസ്കാരം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇവരുടെ പുരസ്കാർ എന്ന് പറയുന്നൊരു സംഗതി മുമ്പ് BJPയുടെ ഒരു ലൈൻ എന്താണ്, സ്റ്റൈൽ എന്താണെന്നതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാജ്പേയി പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ പ്രവർത്തന പദ്ധതി എന്താണെന്നുള്ളത്. BJPയുടെ നല്ല ഹിന്ദുത്വ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരു പ്രവർത്തന രീതിയായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് സംസ്കാർ, പുരസ്കാർ, തിരസ്കാർ ആണ്. 3 ഘട്ടങ്ങളായിട്ടുള്ള ലെനിനിസ്റ്റ് സംഘടനാ തത്വം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഹിന്ദുത്വ തത്വമാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്കാരമാണ് ആദ്യത്തെ ഘട്ടം. ആളുകളെ
ശുദ്ധീകരിച്ച് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ സമ്പർക്കമൊക്കെ നടത്തി പിന്നെ നമ്മളെ പിന്നെ RSS ഇതാണ്, ഹിന്ദുത്വം ഇതാണ്, ഭാരതത്തിൻ്റെ പൂർവ്വകാലം എന്നൊക്കെ പറഞ്ഞ് സംസ്കരിക്കുക. നടക്കുന്നില്ലെങ്കിൽ അത് വേണ്ടത്ര വിജയിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടെ അവർക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുക, അവരെ സുഖിപ്പിക്കുക, അവരെ ഗിഫ്റ്റ് ചെയ്യുക, അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുക, അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെയാണ്. ഇത് രണ്ടും നടക്കുന്നില്ലെങ്കിൽ തിരസ്കാർ. ഇതാണ് വാജ്പേയി പറഞ്ഞ കേട്ടോ. അപ്പോൾ സംസ്കാർ, പുരസ്കാർ, തിരസ്കാർ. അപ്പോൾ പുരസ്കാർ എന്നുള്ളത് അതും ഒരു പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആളുകളെ, ഇവരുടെ ഈ കൾച്ചറൽ എഞ്ചിനീയറിങ്ങിനും സോഷ്യൽ എഞ്ചിനീയറിംഗും ഭാഗമായിട്ടുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവരെ പുരസ്കരിക്കുന്നു. ആ നിലക്ക് വെൽ കോർഡിനേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ കോൺഗ്രസ്സുകാർക്ക് പാഠങ്ങളുണ്ട്. കാരണം കോൺഗ്രസ്സുകാർ കുറേ കാലം ഭരിച്ചാണല്ലോ, അവരെങ്ങനെയായിരുന്നു ഇത് കൈകാര്യം ചെയ്തതെന്ന് അവർ ഇപ്പോൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ കേരളത്തിലിപ്പോൾ വലിയ ചർച്ചയാവുന്നത് VS അച്യുതാനന്ദൻ്റെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും ഇതാണ്. അതും അഗൈൻ ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഈ BJP പൊളിറ്റിക്സ് വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത് എല്ലാ സ്ഥലത്തും, ഒരു പക്ഷേ ഉത്തരാഖണ്ഡ് ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത് OBC പൊളിറ്റിക്സിലൂടെയാണ്. BJP, RSS, അത് ഹിന്ദുത്വ, സവർണ ഇതാണെന്നൊക്കെ ആളുകൾ പ്രസംഗിക്കുമെങ്കിലും അതൊരു ഫാക്റ്റാണെങ്കിലും അവരുടെ രാഷ്ട്രീയ വിജയങ്ങളെല്ലാം നോക്കിക്കോ OBC പൊളിറ്റിക്സിലൂടെയാണ് എല്ലായിടത്തും വിജയിച്ചിരിക്കുന്നത്. ഈവൻ മോഡിയുടെ വിജയം പോലും മോഡിയെ OBC ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. OBCകൾക്ക് നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ OBC പൊളിറ്റിക്സ് അതാണ് ബഹുജനം. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഡെമോഗ്രാഫിക് യൂണിറ്റ് എന്ന് പറയുന്നത് OBC കമ്മ്യൂണിറ്റികളാണ്. അപ്പോൾ കണ്ടില്ലേ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഉത്തർപ്രദേശിൽ ബ്രാഹ്മണ MLAമാർ സെപ്പറേറ്റ് യോഗം ചേർന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ തീരെ പരിഗണിക്കുന്നതൊക്കെ മറ്റവന്മാരെയാണെന്നുള്ള പരാതിയുമായിട്ട് ബ്രാഹ്മിൻസ് MLA സെപ്പറേറ്റ് യോഗം ചേർന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാതി വരുന്നത്? ബ്രാഹ്മിൻ MLAമാരുടെ ഭാഗത്ത് അങ്ങനെ ഒരു പരാതി വരുന്നത് കോൺസെൻട്രേഷൻ അവിടെയാണ്, OBCകൾക്കിടയിലാണ്. OBC പൊളിറ്റിക്സാണ് ഇന്ത്യയിൽ എല്ലായിടത്തും BJPക്ക് നേട്ടം ഉണ്ടാക്കി കൊടുത്തത്. ഉത്തരാഖണ്ഡിൽ ഇന്ത്യയിൽ ഈ സവർണ വിഭാഗങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അതുകൊണ്ട് അവിടെ അത്ര ആ ലൈൻ പിടിക്കാറില്ല. ബാക്കി എല്ലായിടത്തും ഇത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ അവർ കാണുന്ന എന്താണ്? OBC പൊളിറ്റിക്സ് തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ OBC കമ്മ്യൂണിറ്റി ഏതാണ്? ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഉയർന്നു വന്ന, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത, മരിച്ചുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കോൺ, അദ്ദേഹത്തിനാണ് ഇത്തവണ ഒരു പുരസ്കാരം. മറ്റൊരു പുരസ്കാരക്കാണ് ഈഴവ കമ്മ്യൂണിറ്റിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വെള്ളാപ്പള്ളി നടേശനും VS അച്യുതാനന്ദനും. അത് കൃത്യമാണത്. വളരെ സ്പെസിഫിക് ആയുള്ള വളരെ പ്രസിഷനുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ OBC പൊളിറ്റിക്സ് കേരളത്തിൽ BJP ഇനി കളിക്കാനല്ല, BJP യഥാർത്ഥത്തിൽ അവർ കാണുന്ന OBC പൊളിറ്റിക്സിനെ അതിനൊരു പുഷ് നൽകാൻ ഇത് ഉപകരിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റായ ഈ പറയുന്ന മത സാമുദായിക സംഘടനകൾക്കെതിരെ എപ്പോഴും കണിശമായ തീർപ്പുകൾ എടുത്തിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ഒരുപക്ഷെ പരസ്യമായി ഇത്രയധികം എന്താ പറയുക കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളൊരു നേതാവില്ല. ഭയങ്കര കൗതുകമാണ്, ചരിത്രത്തിലെ വലിയൊരു കൗതുകമാണ്. ഷൈലോക്ക് വിമാനമിറങ്ങി പിന്നെ ഇങ്ങനെ കാറിൽ പോവുകയാണ്, ചേർത്തയിലെത്തിയപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോയി വണങ്ങി 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 എന്നാണ്. ഷൈലോക്ക് പോലും ഈ മനുഷ്യൻ്റെ മുമ്പിൽ വണങ്ങിപ്പോയി. അമ്മാതിരി തട്ടിപ്പുകാരനാണ്, പലിശക്കാരനാണ് ഈ വെള്ളാപ്പള്ളി എന്ന് പ്രസംഗിച്ച VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളിക്കും ഒരേ സ്ലോട്ടിൽ അവാർഡുകൾ ലഭിക്കുന്ന ചരിത്രത്തിലെ വിസ്മയകരമായിട്ടുള്ള ഒരു കൗതുക കാഴ്ചയാണ്. അപ്പോൾ BJPയുടെ ലക്ഷ്യം അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ളതൊന്നുമല്ല. ഈ പറയുന്ന OBC അവർ കാണുന്ന ഇഴവ OBC പൊളിറ്റിക്സിന് ഒരു പുഷ് കൊടുക്കാൻ അതിനെ കൊണ്ട് പത്മ കൊടുക്കൊണ്ട് BJPക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇതിനെ കൊണ്ട് വല്ല കാര്യം കിട്ടുകയാണെങ്കിൽ, ആ ഒരു മെസ്സേജ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ലാഭമല്ലേ? അതെ, കിട്ടട്ടെ. ആ നിലക്കാണ് വെള്ളാപ്പള്ളി നടേശനും അത് തന്നെ. വെള്ളാപ്പള്ളി നടേശനാണ് യഥാർത്ഥത്തിൽ സംഘ് പരിവാറിൻ്റെ കേരളത്തിലെ ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത്. അത് ഗോവിന്ദൻ മാഷും പിന്നെ പിണറായി വിജയനും അവരുടെ സുഹൃത്തുക്കളാണ്, അവർക്ക് വേണ്ടിയാണ് ഇയാൾ ബാറ്റ് ചെയ്യുന്നത്. അവർ ചുമ്മാ തെറ്റിദ്ധരിക്കുകയാണ്. സംഘപരിവാറിൻ്റെ ഫീൽഡ് മാർഷലാണ്. ആ പണിയാണ് അദ്ദേഹം വൃത്തിക്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മലപ്പുറത്തുകാരെയും മുസ്ലിങ്ങളെയും ചീത്ത പറഞ്ഞ് ഭേദ്യം കൊണ്ടിരുന്നാൽ തങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന് ഗോവിന്ദൻ മാഷ് വെറുതെ അങ്ങേരുടെ വിഡ്ഢിത്തത്തിൻ്റെ ആ പാരമ്യത്തിലാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൗതുകം എന്താണെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന
വർഗീയത പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ ഒരേ സമയം സംസ്ഥാന സർക്കാരിനാലും സംസ്ഥാനത്തെ CPM സർക്കാരിനാലും കേന്ദ്രത്തിലെ BJP സർക്കാരിനാലും ഒരേ സമയം പുരസ്കരിക്കപ്പെടുന്നു എന്നുള്ളത് അതും ഒരു വിസ്മയക്കാഴ്ചയാണ്. അത് ഒരുപക്ഷെ വെള്ളാപ്പള്ളിക്ക് മാത്രം സാധ്യമാവുന്ന അത്യപൂർവമായിട്ടൊരു ബഹുമതിയാണ്. ഒരേ സമയം സംസ്ഥാന സർക്കാരിൻ്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായിരിക്കുക. ഈ നവോത്ഥാന സമിതി എന്തിനു വേണ്ടി ഉണ്ടാക്കിയത്? ഈ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ആർത്തവ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പം അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ നവോത്ഥാന സമിതിയുടെ കൺവീനറായിരിക്കുക. അങ്ങനെ കൺവീനറായിരിക്കുമ്പോൾ തന്നെ ഈ ആർത്തവ കലാപത്തിന് നേതൃത്വം കൊടുത്ത BJPയുടെ സർക്കാർ അവർ കൊടുക്കുന്ന ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭ്യമാകുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം മഹത്വമാണ്. ഇങ്ങനെ ഒരാളെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് CPMൻ്റെയും ചരിത്രത്തിൽ അപൂർവമായ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. നിഷാദ്, പുരസ്കാരങ്ങളെ വിവാദമാക്കേണ്ടതുണ്ടോ? വിവാദമാക്കാന്നുള്ളതല്ല, പുരസ്കാരങ്ങൾ നമ്മൾ ഡിസക്ട് ചെയ്യേണ്ടതുണ്ട്. എന്തിനാണ് ഈ പുരസ്കാരങ്ങൾ ഇപ്പോൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് സാധാരണ നിലയ്ക്ക് ആലോചിക്കാമല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിനകത്ത് പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ CPMൻ്റെ ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം രാവിലെ കണ്ടപ്പോൾ CPM ഇത് നിരസിക്കുമായിരിക്കുമെന്ന് നിഷ്കളങ്കമായി വിചാരിച്ചു കേട്ടോ. CPMനെ കുറിച്ച് നമ്മുടെ ഒരു ധാരണ, അതിനെ നിരസിക്കാൻ കഴിയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, VS അച്യുതാനന്ദൻ കേരളത്തിൽ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, പൂർണ്ണ ബോധ്യത്തോടെ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഈ പുരസ്കാരം നിരസിച്ചതിന് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം തന്നെയും ഭരണകൂടത്തിൻ്റെ ഇത്തരം പുരസ്കാരങ്ങളെ നിരസിക്കലാണ്. എന്ന് വെച്ചാൽ പാർട്ടിയുടെ ഏതെങ്കിലും പാർട്ടി കോൺഗ്രസ് തീരുമാനമോ ഭരണഘടനാ രേഖയൊന്നുമല്ല, മറിച്ച് ഭരണകൂടത്തിൻ്റെ പുരസ്കാരങ്ങൾക്ക് വേണ്ടിയല്ല, സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിലെ സഖാക്കളും എന്ന് പറയുന്ന അതിൻ്റെ ഒരു പാരമ്പര്യ ബോധ്യമുണ്ട്. അതിൽ നിന്ന് വികസിച്ചു വന്നിട്ടുള്ള ഒരു നയനിലപാടാണത്. നമ്മൾ ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ പുരസ്കാരങ്ങൾ വാങ്ങിച്ച് ജീവിക്കേണ്ടവരല്ല. അതിന് പല കാരണമുണ്ട്. ഒന്ന്, ഭരണകൂടത്തോടുള്ള നമ്മുടെ വിയോജിപ്പാണ്. നമ്മൾ ഭരണകൂടത്തോട് നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിലാണ്. ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ കാര്യമെടുത്താൽ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ പാർട്ടിയുമെല്ലാം ഈ സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേഷണൽ പോളിസിയോട് വിയോജിപ്പുണ്ട്. ആ സർക്കാരിൻ്റെ പിന്നിലുള്ള പാർട്ടിയുടെ അടിസ്ഥാന നയരാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ട്. അത്രയും വലിയ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന പാർട്ടികളാണ്. അങ്ങനെയൊക്കെ BJP കൊടുക്കുന്ന ഒരു പുരസ്കാരം VS അച്യുതാനന്ദന് വാങ്ങിക്കാൻ കഴിയുമോ? ഒരിക്കലും വാങ്ങിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ബുദ്ധേ ഭട്ടാചാര്യ 2022 പത്മവിഭൂഷൺ നിരസിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? പാർട്ടി നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. വ്യക്തിപരമായി എനിക്ക് പത്മവിഭൂഷൺ വാങ്ങിക്കാൻ ഡൽഹി വരെ പോകാനുള്ള ബുദ്ധിമുട്ടല്ല അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പാർട്ടി നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങിക്കാൻ പറ്റില്ല. ഹർകിഷൻ സിംഗ് സുർജി എന്താണ് നിരസിച്ചത്? എന്തിനാണ് ഭാരതരത്നയ്ക്കുള്ള നോമിനേഷൻ ജ്യോതി ബസു നിരസിക്കുന്നത്? EMS നിരസിച്ചെന്തിനാണ്? അതിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള പാഠമുണ്ട്. നമ്മളിത് വാങ്ങിക്കാൻ പറ്റുന്നവരല്ല എന്ന് മാത്രമല്ല, നമുക്ക് യോജിക്കാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരല്ല ഇത് തരുന്നത് എന്ന കാര്യം. രണ്ടാമത്തേത്, വ്യക്തികളെ ഉയർത്തി കാണിക്കുന്നതാണ് വ്യക്തികൾക്കുള്ള പുരസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വ്യക്തികളെ ഉയർത്തി കാണിക്കുന്ന പരിപാടിക്ക് അടിസ്ഥാനപരമായി അതിന് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതൊക്കെയാണ് ഇപ്പോൾ പാർട്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വ്യക്തികളെ ഉയർത്തി കാണിച്ച് വ്യക്തിയുടെ പടം വെച്ചും വ്യക്തിയുടെ പേര് വെച്ചും കേരള മാർച്ചും ജാഥയൊക്കെ നടത്തുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രസക്തിയില്ലെങ്കിലും വ്യക്തികളെ ഇങ്ങനെ ഭരണകൂടം ആഘോഷിക്കുക, വ്യക്തികളെ അടർത്തി മാറ്റി ആഘോഷിക്കുക പോലുള്ള പരിപാടികൾ യോജിക്കാൻ ആ പാർട്ടി കഴിയില്ല. സോ എന്നിട്ട് ഇത് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നതിൽ ഒരു വൈചിത്ര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം അത് സന്തോഷം പ്രകടിപ്പിക്കുന്നു. ആ കുടുംബം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടിയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നതൊക്കെ പറയുന്നതിൽ പാർട്ടി ഏതൊക്കെ വഴിയിലേക്കാണ് ദുർബലപ്പെടുന്നത്, അതിൻ്റെ നയം ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു പാഠമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഭരണകൂടം നമുക്കൊരു പുരസ്കാരം തന്നു, സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് വാല്യൂ ഒന്നും അതിനകത്തില്ല. അത്ര വലിയ സന്തോഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ സന്തോഷം മാറ്റിവെക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം. പക്ഷേ ഇവിടെ അതില്ല. നരേന്ദ്രമോദി ആയാലും തന്നാൽ തരട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദൻ ഇത്രയും കാലം സ്വീകരിച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള ഒരു നിരാസം കൂടിയാണ്. രണ്ടാമത്തെ കാര്യം എന്താ അറിയുക? VS നിരസിക്കുന്നു പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ കൂടെയാണ് കിട്ടിയിരിക്കുന്നത്. വെള്ളാപ്പള്ളിയും VSഉം തമ്മിലുള്ള അകലം നമ്മൾ കണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ പലിശക്കാരൻ എന്ന പേരിൽ വെള്ളാപ്പള്ളിയെ വേട്ടയാടിയിട്ടുണ്ട് ആര്? VS അച്യുതാനന്ദൻ. വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള നൗഷാദ് മരിച്ചുപോയപ്പോൾ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശത്തിൻ്റെ പേരിൽ അതിനെ മറികടക്കാൻ ഈ നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ച ആളാണ് VS അച്യുതാനന്ദൻ. പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ അപ്പനാണോ എന്ന് ഉറക്കെ ചോദിച്ച ആളാണ് VS അച്യുതാനന്ദൻ. ആ രാഷ്ട്രീയക്കാർ തനിക്കൊരു പുരസ്കാരം വെച്ച് തരുന്നു, ഒരേ തട്ടിൽ തരുന്നു. ഒന്ന് വെള്ളാപ്പള്ളിക്ക് എടുക്കാനുള്ളതാണ്, ഒന്ന് VSന്. VS എടുക്കുമോ? VS എടുക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത ഒന്ന്. അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് MP ഗോവിന്ദൻ. VSനോട് ഇവർ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഐക്യപ്രകടനമാണോ? ഒരിക്കലല്ല എന്ന് ഞാൻ പറയാം. അപ്പോൾ ആ പ്രശ്നം അതിനകത്തുണ്ട്. രണ്ടാമത്തെന്താണ്, CPM ഇതിൻ്റെ രാഷ്ട്രീയത്തെ കാണുന്നുണ്ടോ എന്ന് സംശയം. അത് കാണണമല്ലോ. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും പുരസ്കാരം കൊടുക്കാൻ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിരുന്ന BJP സ്ഥാനാർത്ഥി പുന്നപ്ര വയലാർ സ്മാരകത്തിൽ പോയി പൂക്കൾ വിതറുന്നത്. കാരണം പുന്നപ്ര വയലാർ സ്മാരകത്തിലെ മരിച്ചു കിടക്കുന്ന മനുഷ്യർ ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തോട് യോജിക്കാൻ കഴിയുന്നവരാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി പുഷ്പവൃഷ്ടി നടത്തി. ആര്? സന്ദീപ്, അവിടുത്തെ സ്ഥാനാർത്ഥി സന്ദീപ് വചസ്പതി. അത് വലിയ വിവാദമായി. പിന്നെ അവസാനം അതിൻ്റെ നിലപാട് പിന്നെ അതിനെ ആരും ഓൺ ചെയ്തില്ലാന്ന് തോന്നുന്നു.
അങ്ങനെ കേരളത്തിലെ ഇന്ത്യയിലെ ഇപ്പം അംബേദ്കർ അടക്കമുള്ള ആൾക്കാരെ ഏറ്റവും അവസാനം കൊണ്ടുവരുമ്പോൾ വി എസ് അച്യുതാനന്ദനെ അടക്കം ചേർത്ത് നിർത്തിക്കൊണ്ടൊരു OBC BJP പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടൊരു സംഗതി ബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ്. അതിനെ തിരിച്ചറിയണ്ടേ? ഒരുപക്ഷെ CPM ഒരു സങ്കീർണതയാണ്. ഇതിപ്പോൾ തള്ളിക്കളഞ്ഞാൽ ഈഴവ സമുദായങ്ങൾ ഞങ്ങളുടെ ഒരു നേതാവിന്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്ന ഒരു നേതാവിന് കിട്ടിയ സംഗതിയെ പാർട്ടി തള്ളിക്കളെന്നുള്ള നെഗറ്റീവ് ഫീൽ ഉണ്ടാകുമോ? സ്വീകരിച്ചാൽ അത് വേറെ പ്രശ്നം ഉണ്ടാക്കുമോ? ആ ആശയക്കുഴപ്പമൊക്കെ കാണും. പക്ഷേ സ്ഫുടമായ ഒരു പൊളിറ്റിക്കൽ ലൈൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പം ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. BJP ഇത് കൊടുത്തിട്ടുള്ള വെറുതെ അല്ല. വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയം BJPക്ക് ഒരു കാലത്തും ചേർക്കാൻ പറ്റുന്ന രാഷ്ട്രീയമല്ല. BJPയെ മാക്സിമത്തിൽ തള്ളി പറഞ്ഞിട്ടുള്ള, BJPയെ വൈകാരികമായി തന്നെ ആക്രമിച്ചിട്ടുള്ളതാണ് വി എസ് എന്തിനാണ് കൊടുക്കുന്നത്? VSന് കൊടുക്കുന്ന വഴി, വെള്ളാപ്പള്ളിക്ക് കൊടുക്കുന്ന വഴി അവർ റൂട്ട് പ്ലാൻ ചെയ്യുകയാണ്. അല്ലാതെ VSനെ ആദരിക്കാൻ, VS എന്തിനാണ് ഇവരുടെ ആദരം കിട്ടാതിരിക്കലാണ് VSനുള്ള ആദരം. എന്നിരിക്കെ ഈ റൂട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു കമൻറ്റ് പോലും CPMൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളത്. മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ മോഡിയുടെ അടുത്ത് നിന്ന് മാറിയ ആളാണ്. അതാണ് വി എസ് അച്യുതാനന്ദൻ. അതൊക്കെ ഒരു നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒരു സംഘടിത രാഷ്ട്രീയം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ കാറിൽ കയറ്റിയുള്ളൂ. ഞാൻ കയറ്റില്ല എന്ന് VS പറഞ്ഞേനെ. ഈ രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും KC വേണുപോലൊക്കെ ഭയപ്പെടുന്ന വാചകമുണ്ടല്ലോ, അത് VS പറഞ്ഞേനെ. ഞാൻ എൻ്റെ വണ്ടിയിൽ കയറ്റില്ല എന്ന് പറഞ്ഞേനെ. അദ്ദേഹം നാട് മുഴുവൻ നടന്ന് വയ്യാത്ത കാലത്തും കാലി വലിച്ചു ചേർത്ത് പ്രസംഗിച്ചതിനാണ് വെള്ളാപ്പള്ളിയെ തോൽപ്പിക്കുകയാണ്. ആ വെള്ളാപ്പള്ളിക്ക് ഇവിടെ താലത്തിൽ 2 പത്മവിഭൂഷണമായിട്ട് മോദി വന്നിരിക്കുകയാണ്. ഒന്ന് എടുത്തോളൂ VS എടുക്കുമോ? VSൻ്റെ പാർട്ടി പക്ഷേ അതെടുക്കുന്നത് നിർഭാഗ്യമാണെന്ന് മാത്രമല്ല, അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം മനസ്സിലാക്കാനും പ്രതികരിക്കാനും പ്രതിരോധിക്കാനും CPM എന്ത് പണിയെടുക്കുന്നത്? അതാണ് രണ്ടാമത്തെ ഏറ്റവും മൗലികമായ പ്രശ്നം. ആ സൂക്ഷ്മ രാഷ്ട്രീയത്തെ പാർട്ടി ശരിയാവണ്ണം മനസ്സിലാക്കുകയോ അതിനുള്ള ഒരു പ്രതിരോധ സ്റ്റെപ്പ് എടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള നിരാശ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറയും. യെസ്, എന്തായാലും VSന്റെ കുടുംബവും പാർട്ടിയും ചേർന്ന് തീരുമാനമെടുക്കട്ടെ.